കൊല്ലത്ത് നിന്ന് ലിജോ റോളൻസ് വിളിച്ചിരുന്നു. ലിജോ, കൊല്ലത്ത് എന്താണ്, സംഘർഷമുണ്ടോ? കൊല്ലത്തും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് എസ്.എഫ്.ഐയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എസ്.എൻ കോളേജിൽ നിന്നും പ്രകടനമായി ഏകദേശം 200-ലധികം വരുന്ന എസ്.എഫ്.ഐ പ്രവർത്തകരാണ് ചിന്നക്കടയിലുള്ള ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് എത്തിയത്. ഇവർ എത്തിയ ഉടനെ തന്നെ ആദ്യം ബാരിക്കേഡ് മറികടച്ചിടാൻ ശ്രമിച്ചു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന, അതായത് 3 ബസ്സിലായിരുന്നു പോലീസിനെ നേരത്തെ തന്നെ വിന്യസിച്ചിരുന്നത്. പോലീസുമായി അവിടെ ഉന്തും തള്ളും ഉണ്ടാവുകയും കയ്യാങ്കളിയിലേക്ക് പോവുകയും ഒരു ഘട്ടത്തിൽ പോലീസ് അവിടെ ലാത്തി ഉപയോഗിച്ച് പ്രവർത്തകരെ അടിക്കുകയും ചെയ്തു. അവിടെ അങ്ങനെ ചെറിയ രീതിയിലൊരു സംഘർഷം നിലനിന്നതിന് പിന്നാലെയാണ് പോലീസ് ഈ ഗേറ്റിന് മുന്നിൽ നിന്ന് മാറിയ സമയം കൊണ്ട് പ്രവർത്തകർ പരമാവധി എല്ലാവരും തന്നെ, കാര്യം വലിയ രീതിയിലുള്ള ഒരു പോലീസ് ബന്ദോബസ്ത് ഒരുക്കിയിട്ട് പോലും അവരെല്ലാം തന്നെ ഇപ്പോൾ ഈ പ്രതിഷേധം, അതായത് ഈ സമരം വിളിക്കുന്നത് ഈ ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ മുന്നിലെത്തിയാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം വിളിക്കുകയും എസ്.എഫ്.ഐ സംസ്ഥാന സെക്രട്ടറിയുള്ള സഞ്ജീവാണ് ഈ പ്രതിഷേധ പ്രകടനം അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്നത്. പ്രവർത്തകരെല്ലാം തന്നെ ഇപ്പോൾ ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ പ്രധാന കവാടത്തിന് മുന്നിലെത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഈ പ്രകടനങ്ങൾ വിളിക്കുകയും ചെയ്യുന്നത്. നിരവധിയായിട്ടുള്ള പ്രവർത്തകർക്ക് പോലീസിന്റെ ഭാഗത്തു നിന്നും മർദ്ദനമേറ്റിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു പരാതി ഉൾപ്പെടെ ഈ പ്രവർത്തകരൊക്കെ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പോലീസ് ഇവിടെ കൂടുതലായി വീണ്ടും ഈ സ്ഥലത്തേക്ക് എത്തുകയും അവിടെ നിറഞ്ഞു നിൽക്കുകയും ഈ പ്രതിഷേധം, ഈ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അല്പസമയത്തിനകം, അതായത് പ്രധാന റോഡിൽ നിന്നും ഒരല്പം അകത്തേക്ക് കയറിയതിനു ശേഷമാണ് ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ കവാടമുള്ളത്. അവിടെ എത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്.